എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാനിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലെ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണുള്ളത്. എൻ്റെ പുറകിൽ ഇങ്ങനെ ആർത്തട്ടഹസിക്കുന്ന തിരമാലകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ആന്ധ്രാപ്രദേശിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ആന്ധ്ര മിഷൻ TV എന്ന് പറയുന്ന ഒരു ചാനൽ നമ്മൾ സംഘടിപ്പിച്ചത്. ആ ചാനലിലൂടെ അനേകർ ഈ ആന്ധ്രാപ്രദേശിൻ്റെ സംസ്കാരം, ജീവിത രീതികൾ, അതുപോലെ ഞങ്ങളിവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനിന്ന് വളരെ രസകരമായിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആന്ധ്രാപ്രദേശിൽ ഞങ്ങൾ ആദ്യം പ്രവർത്തിക്കാൻ ആരംഭിച്ചത് ചെഞ്ചു എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ ഇടയിലാണ്. അവർ വളരെ അപരിഷ്കൃതരായിരുന്നു. നല്ലമല, മഹബൂബ് നഗർ ഇങ്ങനെയൊക്കെയുള്ള ജില്ലകളിലെ വനാന്തരങ്ങളിൽ നിന്നും കുടിയിറക്കപ്പെടുകയും അങ്ങനെ ഈ ആന്ധ്രാപ്രദേശിൻ്റെയും തെലങ്കാനയുടെയും ഒക്കെ പല സ്ഥലങ്ങളിൽ അവർ ചിതറിപ്പാർക്കുകയും ഊടാടി സഞ്ചരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു സമൂഹമാണ്. നമ്മൾ അവരുടെ ഇടയിലേക്ക് എത്തപ്പെടുമ്പോൾ അവർക്ക് ശരിയായിട്ടുള്ള വസ്ത്രധാരണമില്ല, സംസ്കാരമില്ല, മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ട് ജീവിക്കുന്നൊരു സിറ്റുവേഷനിലാണ് നമ്മൾ അവരുടെ ഇടയിൽ എത്തിയത്. അവർക്ക് നമ്മൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഇന്ന് അവരുടെ ജീവിത രീതികളൊക്കെ വളരെ മാറിയിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വരുന്ന എപ്പിസോഡുകൾ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന രസകരമായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്ക് കാര്യമായിട്ട് ജോലിയും ചെയ്യാൻ അറിയത്തില്ലാത്തവരാണെങ്കിലും ചെറിയ ചെറിയ ടെക്നിക്കുകളിലൂടെയൊക്കെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ കർഷകരുടെ പാടങ്ങളിൽ എലികളെ പിടിക്കാൻ വേണ്ടി പോകും. എലികൾ നമുക്കറിയാമല്ലോ, ഈ നെല്ലും മറ്റു ഗോതമ്പും ഇതൊക്കെ നശിപ്പിക്കുന്ന ഒരു ജീവികളാണല്ലോ ഈ എലികൾ എന്ന് പറയുന്നത്. അപ്പോൾ എലികളെ പിടിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓല കൊണ്ട് ഈ ചെറിയ കൂടുകൾ പോലെ ഉണ്ടാക്കിയിട്ട് ഈ കൂടുകൾക്കകത്ത് എന്തോ തേങ്ങയോ എന്തൊക്കെയോ വെച്ചിട്ട് എലിയെ പിടിക്കും. അപ്പോൾ അതിനകത്ത് 100 കണക്കിന് ഇങ്ങനെ ചെറിയ ചെറിയ കൂടുകൾ വെക്കും. ഒരിക്കൽ ഞാൻ നിങ്ങളെ ഈ TV-യിലൂടെ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അപ്പോൾ ഈ എലികളെ പിടിച്ചപ്പോൾ ഒരു എലിക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ആണ് ഈ കർഷകരുടെ കയ്യിൽ നിന്ന് ഇവരിത് വാങ്ങിക്കുന്നത്. അതുകൂടാതെ ഇവരുടെ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ഈ കുളക്കോഴികളെ ഇവർ പിടിക്കും. കൗസ്പെട്ട എന്നാണ് ഈ കുളക്കോഴിയെ അറിയപ്പെടുന്നത്, തെലുങ്കിൽ പറയുന്നത്. അപ്പോൾ ഈ കൗസ്പെട്ടയെ പിടിക്കാൻ പോകുന്നത്, കൗസ്പെട്ട എന്ന ഈ കുളക്കോഴി നമുക്കറിയാമല്ലോ, ഒരു ചെറിയ ചലനം കേട്ടാൽ പോലും പെട്ടെന്ന് ഓടിപ്പോകുന്ന ഒരു പക്ഷിയാണ് ഈ കുളക്കോഴി എന്ന് പറയുന്നത്. ഇവർ ഈ കുളക്കോഴികളെ കൂട്ടമായിട്ട് പിടിക്കും. അതെങ്ങനെയാണ് പിടിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഇവരുടെ ഇടയിൽ ഈ കുളക്കോഴികളെ പിടിക്കാൻ ട്രെയിനിങ് കിട്ടിയ കുളക്കോഴികളുണ്ട്, കൗസ്പെട്ടകളുണ്ട്. അവർ വളരെ കുഞ്ഞിലെ ഈ കുഞ്ഞ് കുളക്കോഴിയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ വളർത്തി ചില ട്രെയിനിങ് കൊടുക്കും. ആ ട്രെയിനിങ് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞാനത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത ദിവസം അവരിലൂടെ തന്നെ പറയിപ്പിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം. അപ്പോൾ ഈ കൗസ്പെട്ട എന്ന് പറയുന്ന ഈ കുളക്കോഴി, ട്രെയിനിങ് കിട്ടിയ കുളക്കോഴിയെ ഈ പാടത്തിൻ്റെ സൈഡിൽ കൊണ്ടുപോയി ചെറിയൊരു കമ്പിൽ കെട്ടിയിടും. അതിന് ചുറ്റും വല വിരിക്കും. എന്നിട്ട് ഈ ട്രെയിനിങ് കിട്ടിയ ഈ ഒരു കുളക്കോഴി ഒച്ചത്തിൽ ചില ശബ്ദങ്ങളുണ്ടാക്കും. അപ്പോൾ ഈ അടുത്തുവകലയൊക്കെ ആയിട്ടുള്ള ഈ ഇരിക്കുന്ന കുളക്കോഴികൾക്ക് ഈ ശബ്ദം മനസ്സിലാവും. അപ്പോൾ ഈ ട്രെയിനിങ് കിട്ടിയ ഇവർ കെട്ടിയിട്ടിരിക്കുന്ന ഈ കുളക്കോഴിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ചുറ്റുമുള്ള കുളക്കോഴികൾ വിളിച്ച് ചോദിക്കുന്നതാണ് പറയുന്നത്, നീ ആരാണ്, എവിടുന്ന് വന്നു, എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദ്യം ചെയ്യും. അവരുടെ ഏരിയ ആണല്ലോ. അപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ഈ കെട്ടിയിട്ടിരിക്കുന്ന കുളക്കോഴി പറയും, ഞാൻ നിങ്ങളുടെ ഒരു ബന്ധുവാണ്, നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ശകലം കഴിയുമ്പോഴത്തേക്ക് ഈ കുളക്കോഴികൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങൾക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ നെല്ല് കൊണ്ടുവന്നിട്ടുണ്ട്, മറ്റ് ആഹാര സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സന്തോഷമായിട്ട് വന്ന് കഴിക്കാമെന്ന് പറയും. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ മറ്റു കുളക്കോഴികളെല്ലാം ഈ കുളക്കോഴിയുടെ അരികിലേക്ക് പറന്നു വരും എന്നാണ് പറയുന്നത്. പറന്നു വരുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ഈ വലകളിൽ കുടുങ്ങി ഈ മറ്റ് കുളക്കോഴികൾക്ക് പറന്നു പോകാൻ കഴിയാതെ വരുമ്പോൾ ഇവർ ചെന്ന് അതിനെ പിടിച്ചുകൊണ്ട് പോയി ടൗണിൽ കൊണ്ടുപോയി കൊടുത്ത് ചെറിയ തുച്ഛമായിട്ടുള്ള ഒരു വിലയ്ക്ക് കൊടുത്തിട്ട് പണം കിട്ടും. ഇങ്ങനെ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഇതിനെ കുളക്കോഴികളെ പിടിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. കടയിൽ അതിനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഹോട്ടലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വരുമാനത്തിലൂടെയാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഇവരുടെ ഈ കുടിലിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഒരു സഹോദരി വാവിട്ട് നിലവിളിക്കുകയാണ്. ഭയങ്കര ചങ്കത്തടിച്ച് നിലവിളിക്കും. ഞാനത് എന്തെങ്കിലും സംഭവിച്ചോ, ആരെങ്കിലും മരിച്ചു പോയോ എന്നൊക്കെ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ സഹോദരി കരയുന്നതിൻ്റെ കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഞാനോർത്ത് ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും. പറഞ്ഞു അവരുടെ ഒരു കൗസ്പെട്ട, ട്രെയിനിങ് കിട്ടിയ ഒരു കൗസ്പെട്ട ചത്തുപോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അടുത്ത വർണ്ണത്തെ നമുക്ക് സംഘടിപ്പിക്കാമല്ലോ, അത് വലിയൊരു കാര്യമല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയല്ല സർ, ആ ട്രെയിനിങ് കിട്ടിയ ഒരു കൗസ്പെട്ടയ്ക്ക് ഏതാണ്ട് 20,000 രൂപയോളം വിലയുണ്ട്. 20,000 രൂപയോളം വിലയെന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് വലിയൊരു തുകയാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതിന് ട്രെയിനിങ് കൊടുക്കുന്ന ഇവരുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ടവരുണ്ട്.
മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതിന് ട്രെയിനിങ് കൊടുക്കുന്ന ഇവരുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ടവരുണ്ട്. അവരുടെ കയ്യിൽ നിന്നും വിലയ്ക്ക് വാങ്ങുന്നതാണ് 20,000 രൂപയ്ക്ക് കൊടുത്ത്. ആ 20,000 രൂപ ഉണ്ടാക്കി വേറൊന്നിനെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ സഹോദരി ഇങ്ങനെ വാവിട്ട് നിലവിളിച്ചത്. അയ്യോ പോയേ എന്ന് പറഞ്ഞാണ് ഇവർ നിലവിളിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷി, ഇത്രയും വിലയുള്ള പക്ഷികളെ നമ്മൾ സാധാരണ ഒരു കുളക്കോഴിക്ക് ഇത്രയും വിലയുണ്ടോ എന്ന് നമുക്കറിയില്ല. എങ്കിലും അത്രയും രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ഇടയിൽ നടക്കുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇനിയും ധാരാളം കഥകൾ ഇവരെക്കുറിച്ചൊക്കെ പറയാനുണ്ട്, മറ്റു ഗോത്ര വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയാമെന്ന് ഓർപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ ശ്രവിച്ചതിൽ വളരെ നന്ദി.